നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അമ്മാവന്റെ പ്രായം ചേട്ടൻ. എന്താ എന്താ പ്രശ്നം? നിനക്ക് പല്ലുവേനാക്കി തരടാ. ഒന്നുമില്ല, ചേട്ടൻ പോയിക്കോ. ഇയാളെന്താ കളിയാക്കുക? ശരി, ഇല്ല മിണ്ടില്ല. അതെ, ഓക്കെ, പോട്ടെ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടത് കണ്ണടച്ച് നിൽക്ക്. ഇല്ല. ആ, എന്നാ വേണ്ട, വേണമെങ്കി മതി. എന്നാ അടയ്ക്കാം. എന്നാ കണ്ണടക്ക്. എന്നിട്ട് ആ കൈയൊന്ന് നീട്ടിക്ക്. കയ്യില വേണോ വേണ്ടേ? കയ്യെങ്കി കൈ. ആ, അപ്പൊ കൈ നീട്ട്. ആദ്യം കയ്യില്, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ വീണ്ടും കയ്യില്. അങ്ങനെ 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 അങ്ങനെ. എവിടെ? ഇവിടെ ഒന്നും കിട്ടിയില്ല. കണ്ണുകൂട്ടനാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും തന്നില്ല. എടോ, ഇവിടെ ഒന്നും കിട്ടിയില്ലാന്ന്. ഇത് വെച്ചോ. ഈ ടൂറിസം വില്ലേജിലൊക്കെ ആരാ പിച്ചക്കാരെ കടത്തി വിടുന്നത്? അല്ല, 5 രൂപയാ? അയ്യേ, ചാലി ഇവിടെ. ചാലി ഇവിടെ മായാവി, ഇടയ്ക്കിടയ്ക്ക് മായാൻ. ശ്യാമേ, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാ? നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട എന്നാന്ന് എനിക്കറിയാം. എല്ലാം സത്യമേ അറിയും. എന്റെ സമ്മതമില്ലാതെയാ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നും എന്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും നിങ്ങളും എല്ലാരും സത്യമേ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും ഞാൻ. ഒരു രാത്രി പോലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല എന്നും ഈ ജന്മം എനിക്കതിന് താല്പര്യമില്ലെന്നും ഞാൻ സത്യമോട് പറയും. നിങ്ങളോടൊപ്പം ഒരു റൂമില് ഒരുമിച്ച് കഴിയാനുള്ള വെറുപ്പ് കൊണ്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതെന്നും അതും സത്യാമ്മ പോലെ അറിയാതെ നാടകം കളിച്ച് നിങ്ങളൊക്കെ കൂടി മറച്ചു വെച്ചെന്നും ഞാൻ സത്യാമ്മയോട് പറയും. ഈ ബന്ധം ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ദാമ്പത്യ പൂജയ്ക്ക് ശേഷം നിങ്ങൾ എന്റെ കൈ കെട്ടിയ ചരട് ഞാൻ പൊട്ടിച്ചതെന്നും വ്രതം ഇരിക്കുമ്പോ കഴിക്കാൻ ചിക്കൻ ബിരിയാണി ചോദിച്ചതെന്നും ഞാൻ പറയും. ശ്യാമേ, എന്റെ കാര്യം പോട്ടെ. ഇതൊക്കെ സത്യമേ അറിഞ്ഞ എന്റെ കാര്യം മാത്രമല്ല, വിഷ്ണുപ്രയുടെയും ശാലിനിയുടെയും ഒക്കെ ജീവിതം തകരുന്നെങ്കിൽ തകരട്ടെ. എന്റെ ജീവിതം മാത്രമായിട്ട് എന്തിനാ തകരുന്നേ? എന്തിനാണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപിന്റെ അയ്യോ, നീ എടുത്തോ. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം ആ കിഴങ്ങനെ? നിന്റെ സന്ദീപിനെ പറഞ്ഞോണ്ടല്ലോ. ഒരു ചാൻദീപ്, നീ തന്നെ എടുത്തോ അവനെ. ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റാത്തവനെ അല്ലെങ്കിൽ തന്നെ എന്റെ അനിയത്തിക്ക് ആവശ്യമില്ല. വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കഴിയും കാണിക്കുമ്പോ മയങ്ങി വീടെടുത്തെന്ന് അനിയത്തോട് പറഞ്ഞുകൂടായിരുന്നോ? കയ്യും കണ്ണും കാണിച്ച മയങ്ങി വീഴൂ. മോളെ, നീ ചെന്ന് അച്ചു എന്റെ അടുത്ത് ചെന്നിരിക്കും. ചെല്ല്. കയ്യും കണ്ണും കാണിച്ച മയങ്ങി വീഴൂ. അപ്പൊ കാല് കാണിക്കണ്ടേ? ഞാൻ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാന്നറിയോ? നീ ഇനി സംസാരിച്ച് പരിധി വിടും.
അതിന്റെ അവസാനം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യും. അത് കൊച്ചു കാണണ്ടെന്ന് കരുതിയാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. നീ എന്താ പറഞ്ഞ? വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കൈയും കാണിക്കുമ്പോ മയങ്ങി വീഴുന്നവളാ എന്റെ അനിയത്തിയെന്നോ? അവളെ നല്ലതുപോലെ തന്നെയാ ദയാനന്ദ മാഷും കമലമ്മയും വളർത്തിയത്, അല്ലാതെ ഇതുപോലെ അഴിച്ചു വിട്ടേക്കുമല്ല. ആദരയ്ക്ക് പിന്നെ ഒരു അബദ്ധം പറ്റി. നട്ടല് പണയം വെച്ച ഇവിടുത്തെ കൊച്ചു മുതലാളിയെ ആളും തരവും നോക്കാതെ പ്രേമിച്ചു. അല്ലെങ്കിലും അവന് പറ്റിയത് നീ തന്നെയാ. മൂന്നിന്റെ കറിവേപ്പില പോലെ നീ അവനെ വലിച്ചെറിയുമ്പോ അവൻ മോങ്ങിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം. ആദര നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവരെല്ലാം ചതിക്കല്ലേ നിങ്ങള്? പൈസ കണ്ട് മൂക്കും കുത്തി വീണ എന്തും ചെയ്യും. എന്നിട്ടാ വലിയ ഡയലോഗ് അടിക്കുന്നേ. നിന്നോടാരാ പൈസ കണ്ട ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ? അവന്തികയാണോ? അങ്ങനെ ഒരു ധാരണ അവന്തികയ്ക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാൻ പറയണം. ഈ നിൽക്കുന്ന അനിയത്തി സന്ദീപുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ചത്തു കളയുമെന്നൊക്കെ നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞതുകൊണ്ടാ ഞാൻ സഹായിക്കുന്ന തീരുമാനിച്ചത്. പിന്നെ സന്ദീപ് എന്ന് പറയുന്നവൻ ഒരിക്കലും ധൈര്യം കാണിച്ച് ആതിരയെ കെട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടും. അവന്തിക നടക്കില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഈ വീട്ടിൽ നടക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ വരുമ്പോ ഒരിക്കലും ആതിര ഇവിടേക്ക് വരാനും പോകുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് കുറച്ച് കൂടെ നിന്നു. പിന്നെ പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നപ്പോ വേണ്ടെന്നും പറഞ്ഞില്ല. അല്ലാതെ എന്റെ കുടുംബത്തെ തകർക്കുന്ന ഒന്നും മീര ചെയ്യില്ല. പിന്നെ അവന്തികയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്, വലിയൊരു കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ. ആ അനൂപിന്റെ വലിയ കടം ആരോ വീട്ടിൽ നിന്ന്, അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് മീര എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു. നിവൃത്തിയില്ലാതെ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ആ കടപ്പാട് എന്നും ഉണ്ടാവും, അവന്തികയോട് മാത്രം. അത് കണ്ടോണ്ട് നീ കിടന്ന് തിളക്കല്ലേ മോളെ, ഓടിച്ച് കൊരണക്കുറ്റി പോയിക്കും ഞാൻ. ഞാനും നീയും കാണുമ്പോഴൊക്കെ നീ ചെണ്ടയും ഞാൻ മാരാരുവാ. അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇന്നെങ്കിലും പരസ്പരം സംസാരിച്ച് വഴക്കില്ലാതെ പിരിയാം നമുക്ക്. എന്ന് കരുതി എപ്പോഴും ഈ സൗജന്യം നീ പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് വിഷമിക്കണ്ട. ഇനി ലേറ്റ് ആവാതെ നിങ്ങൾ പോയിക്കോ. ഡ്രൈവറെ, വണ്ടി എടുക്ക. അപ്പോ നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, ഇനിയുള്ള യാത്രയ്ക്ക് നിങ്ങൾ മാത്രം. ഇവിടെ ഉണ്ടായിരുന്ന എന്റെ ജോലി കഴിഞ്ഞു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ശരി, എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ? രക്ഷപ്പെട്ടു. കുറച്ചു നേരം നന്നായിട്ട് പേടിച്ചു. ഏതായാലും അയാള് പോയല്ലോ, ഭാഗ്യം. ഇല്ല രേഷ്മേച്ചി, എന്തോ അപകടം വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അയാൾ ഒരിക്കലും നമ്മളെ വെറുതെ വിട്ടതല്ല. ഇതെന്തോ വലിയ അപകടത്തിനുള്ള തുടക്കം. നീ എന്തായി പറയുന്നേ? എനിക്ക് ആകെ പേടിയാവുന്നു. നമുക്കിനി ഒരിക്കലും അച്ഛന്റെ അടുത്തേക്ക് പോവാൻ പറ്റില്ലേ? മോള് കരയണ്ട, രംഗയില്ലേ കൂടെ. ശ്രീ മഹേശ്വരൻ നമ്മളെ രക്ഷിക്കും. മക്കളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കേ. ഏതാനും സമയത്തിനുള്ളിൽ എല്ലാം ഭസ്മമാകും.
ശംഭോ മഹാദേവ. ഹലോ, എന്തായി? എല്ലാം ഓക്കെയാണ് സർ. സത്യമാണോ? പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റായോ? അതെ സർ. ഇനി സാർ ആഗ്രഹിച്ചതുപോലെ തന്നെ ബോംബ് പൊട്ടിത്തെറിക്കും. എന്റെ മഹേശ്വര, ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വന്നതിന് നീ എന്നോട് ക്ഷമിക്കണേ. വേറെ വഴിയില്ലഞ്ഞിട്ടാ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നല്ലേ ഭഗവാനെ. ഗംഗ എന്ന ലക്ഷ്യത്തിനു വേണ്ടി എനിക്ക് മാളു എന്ന പുഴുവിനെ കരിച്ചു കളഞ്ഞേ മതിയാവൂ. നീ എന്നോട് ക്ഷമിച്ചേക്ക്. മാളു, പല വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ പിറകെ വരരുതെന്ന്. ഇനിയിപ്പോ ഈ കുരുന്നു പ്രായത്തിലെ ഭിത്തിയിലിരുന്ന് ചിരിക്കേണ്ടി വരുമല്ലോ മോളെ നിനക്ക്. എങ്കിൽ പിന്നെ ബട്ടർ അമർത്തേക്കല്ലേ സർ? പിന്നെ ആ കുഞ്ഞുങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി താൻ ആ മംഗളകർമ്മം അങ്ങ് നിർവഹിച്ചേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗ ഇവിടെ ഇല്ല നകുൽ. ഇല്ലേ? പിന്നെ ഇവിടെ പോയി? മാളുവിന് ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിന് ഗംഗ കൂട്ടുപോയത്. ഗംഗ എന്തിനാ അയച്ചത്? അത് പിന്നെ ഗംഗ ചെല്ലണോന്ന് മാളു വാശി പിടിച്ചു, അതുകൊണ്ടാ ഗംഗ കൂട്ടുപോയത്. അത് വേണ്ടായിരുന്നു ആന്റി. ഗംഗയ്ക്ക് പുറത്തൊന്നും പോയി ശീലമില്ലാത്ത സ്ഥിതിക്ക് ഗംഗയെ വിടണ്ടായിരുന്നു. നകുല് ടെൻഷൻ ആവണ്ട, അവള് തനിച്ചല്ല, രേഷ്മയും പോയിട്ടുണ്ട്. ആര് പോയിട്ടുണ്ടെങ്കിലും ഗംഗയുടെ കാര്യത്തില് ഇനി എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് മറക്കരുത്. അവളെ ഇങ്ങനെ എവിടെയെങ്കിലും വിടണമെങ്കിൽ എന്നോടുകൂടി ഒന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. അയ്യോ നകുൽ, അങ്ങനെയൊന്നും കരുതണ്ട. മാളുവിന്റെ വാശി നകുലിന് അറിയാലോ. ഗംഗ കൂടെ ചെല്ലണോന്ന് മാളുവിന് ഭയങ്കര വാശിയായിരുന്നു. മാളുവിന്റെ വാശിയില് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. കുട്ടികളുടെ വാശി പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. നകുലിന് എന്തു പറ്റി? എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നല്ലോ. ചെറിയ ടെൻഷൻ ഉണ്ട് ആന്റി. ഞാനും ഗംഗയും ചേർന്ന് ചെയ്യാൻ ഞാനൊരു പ്ലാൻ എന്ന് മനസ്സിൽ കരുതിയിരുന്നു. അത് സർപ്രൈസ് ആയിട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഗംഗയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ആണോ? ശോ, എങ്കിൽ നകുലിനൊരു വാക്ക് മുൻകൂട്ടി ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഗംഗയെ വിടില്ലായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ശരി ആന്റി, ഞാൻ പോവാ. നകുലും കേറുന്നില്ലേ? ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ ഒരാളെ കാണാൻ ആഗ്രഹിച്ച ഇങ്ങോട്ട് വന്നത്. ആള് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ കേറിയിട്ട് എന്തിനാ? ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഗംഗ വരുമ്പോ നകുലിനെ വിളിക്കാൻ പറയാം. ശരി ആന്റി. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ ആ കുട്ടിപ്പിശാചി കുളമാക്കാണല്ലോ. ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് വലിയ പ്രശ്നമാവും. ഗംഗയെ കരുവാക്കി ഞാൻ സ്വപ്നം കണ്ടത് 1-2 രൂപയല്ല, ലക്ഷങ്ങളാ. അതൊന്നും നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. എടി മാളു, നിനക്കുള്ള സമ്മാനം ഞാൻ തന്നിരിക്കും. ഹലോ സർ. വണ്ടിയിലുള്ളത് ഗംഗ തന്നെയാ. എനിക്ക് ഗംഗയെ രക്ഷിച്ചേ മതിയാവൂ. സോറി സർ, ഇനി രക്ഷയില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവൂ. ഞാൻ ഈ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാ സാറേ? സാറ് പറഞ്ഞതുപോലെ എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ ഗംഗയ്ക്ക് വേണ്ടിയാ. അവളിലൂടെ ലഭിക്കാൻ പോകുന്ന ലക്ഷങ്ങൾക്ക് വേണ്ടിയാ. താൻ ഒന്നുകൂടി ശരിക്കും ആലോചിക്കുക. എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല. എങ്ങനെ നമുക്ക് ആ ബോംബ് നിർവീര്യമാക്കണം? ഇല്ല സർ, ഇനി അധികം സമയമില്ല. ഞാൻ ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാ മതി, ആ നിമിഷം വണ്ടി ഒരുപിടി ചാരമായിട്ട് മാറും. നോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. സർ, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഒരു ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ഡീസൽ തീർന്ന് വണ്ടി ഓഫ് ആയാലോ കാര്യങ്ങൾ കൈവിട്ടു പോകും. എടോ, ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല ഞാൻ തന്നെ വിളിച്ചത്. എനിക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ്. ഈ അവസാന നിമിഷത്തിൽ കയ്യിൽ വന്ന മഹാഭാഗ്യം തട്ടിക്കളയാൻ എനിക്കാവില്ല. ഗംഗ അവളെന്റെ തുറപ്പ് ചീട്ടാ. അവളിലൂടെ എനിക്ക് പലതും നേടണം. അതിന് ജീവനോട് അവളെ എനിക്ക് വേണം. ഉടനെ നീ അതിനെന്തെങ്കിലും ഒരു വഴി കാണണം. ഓ, ഞാൻ നിസ്സഹായനാണ് സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാനസികമായി ഞാൻ ആകെ തളർന്നു സ്വാതി. ആകെയുള്ളത് നീ കൂടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം മാത്രമാ. നീ എന്നോട് ഇങ്ങനെ പെരുമാറിയ ഞാൻ എന്ത് ചെയ്യും? നിന്റെ കൂടെ അല്പം ഒന്നിരുന്ന് മനസ്സൊന്ന് റിലാക്സ് ആവും. അമ്മുവിന്റെ ശല്യം ഉണ്ടാവരുതെന്ന് കരുതിയ ലേറ്റായി ഞാൻ വന്ന തന്നെ. സഞ്ജു എത്ര ലേറ്റ് ആയാലും അവൾ ഉറങ്ങാതെ കാത്തിരിക്കുമെന്ന് മനസ്സിലായില്ലേ? ദേ, ഞാനൊന്നും കഴിക്കാതെ വന്നത്. നല്ല വിശപ്പുണ്ട്. നീയൊന്നും കഴിച്ചില്ലല്ലോ. നീ വാ, അവളിനി വരില്ല. ഉറപ്പാണോ? എനിക്കതില് ഉറപ്പില്ലാത്തത് കൊണ്ട് ചോദിക്കോ? ഉറപ്പ്. ഇപ്പൊ സഞ്ജുന്റെ ഉറപ്പ് എവിടെ പോയി? അവള് വന്നുവല്ലേ? ഗുഡ് നൈറ്റ്. എന്താ? ഞാൻ വന്നത് സഞ്ജുവേട്ടന് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. അറിഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനാ വന്നത്? സഞ്ജുവേട്ടൻ അത്താഴം കഴിക്കാൻ വാ. ഒന്നും കഴിക്കാതല്ലേ വന്നത്? നീ ചെല്ല്, എനിക്ക് വിശപ്പില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ട് പട്ടിണി കിടക്കരുത്. ഇത് വലിയ ശല്യായല്ലോ. മനുഷ്യനും സ്വൈര്യം തരില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? മതി, നിർത്ത. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഊണ് കൊടുത്തു വിട്ടത് എന്റെ തെറ്റായി പോയി. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു. സഞ്ജുവേട്ടൻ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തു പോയതാ. ഇനി ഞാനത് ആവർത്തിക്കില്ല. ശരി ശരി, പോട്ടെ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കാരണം ഇന്ത്യയിൽ ഇഷ്ടക്കേട് തോന്നിയ സഞ്ജുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ആരോരുമില്ലാത്തവളാ. എനിക്ക് ആശ്രയായി സഞ്ജുവേട്ടൻ മാത്രമേ ഉള്ളൂ. സഞ്ജുവേട്ടൻ ദേഷ്യപ്പെട്ട എനിക്കത് താങ്ങാനാവില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത സഞ്ജുവേട്ടൻ സമാധാനത്തോടെ അത് തിരുത്തി തന്നാ മതി. പിന്നെ ഞാനത് ആവർത്തിക്കില്ല. സോറി, ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ദേഷ്യത്തില് നിന്നോട് ഞാൻ കുറച്ച് പരുഷമായിട്ട് സംസാരിച്ചു പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴല്ലേ എനിക്ക് സഞ്ജുവേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാളാവാൻ പറ്റൂ. ഇനി അങ്ങനെ ചെയ്യാം. ഇപ്പൊ നീ ചെല്ല്. സഞ്ജുവേട്ടൻ എന്തെങ്കിലും കുറച്ച് കഴിക്കാൻ വാ. എന്റെ വിശപ്പൊക്കെ പോയി. അതുപോലെ നല്ല ക്ഷീണമുണ്ട്. നീ ചെല്ല്. ചെല്ലിച്ചു, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
എന്റെ ഉദയനൂരമ്മ, എന്നെ ചതിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ആ പണം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ആരാ ഈ ചതി ചെയ്തത്? അവരെ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ ദേവി. നഷ്ടപ്പെട്ട ആ പണം എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടണേ. പാർവതി, എന്തായി? സർ, പണം ഈ വീട്ടിൽ നിന്നും എവിടെയും പോയിട്ടില്ല. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് അത് തിരികെ കിട്ടും. എന്നെ ഒന്ന് പറ്റിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കാണിച്ച തമാശയാണ് ഇതെങ്കിൽ അവരാ തമാശ അവസാനിപ്പിച്ച് പണം ഉപേക്ഷിക്കും. ഇല്ലെങ്കിൽ ഉദയനൂരമ്മയുടെ ഉഗ്രകോപം അവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോണം. പണം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ആരാ ഇവിടെ തമാശ കാണിക്കുന്നത്? എല്ലാവരോടും കൂടി പറയുക. പാർവതി പറഞ്ഞത് കേട്ടല്ലോ. വെറുതെ ദേവി കോപം വാങ്ങാൻ നിൽക്കണ്ട. ആരാണെന്നൊന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട. കളിയും തമാശയും നിർത്തി അത് ഇരുന്നെടുത്ത് തിരികെ കൊണ്ടുവയ്ക്കാൻ നോക്ക്. എന്നാലും പണം അടിച്ചു മാറ്റി വെച്ച് തമാശ കാണിക്കുന്നത് ഇത്തിരി ക്രൂരമായ തമാശയാണേ, അല്ലേ പ്രതാപ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വളർന്ന് അവരാകാശം മുട്ടെ ചിലപ്പോ എത്തിയെന്നും വരാം. പക്ഷേ അവരെത്ര ഉയരത്തിലേക്ക് വളർന്നാലും അവരുടെ അന്തിമവിധി ദയനീയമായിരിക്കും ഗാർഗി. ഇവിടെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കൾക്കും അത് തന്നെയാവും അനുഭവം. $20 ലക്ഷം നമ്മുടെ കൺമുന്നിൽ കൂടെ പോയത്. പല്ലവിയെ കള്ളിയാക്കാനുള്ള പ്ലാനും പൊളിഞ്ഞു, പണവും പോയി. നമ്മുടെ പ്ലാൻ ഫ്ലോപ്പാവെന്ന് തോന്നിയപ്പോ ആ പണം പല്ലവിയുടെ മുറി നിരത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ മതിയായിരുന്നു. എവിടെ ഒളിപ്പിക്കാവുന്ന? അതൊന്നും ശരിയാവില്ലായിരുന്നു. അതെന്താ ശരിയാവത്തത്? ചേച്ചി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലേ ഞാനത് എവിടെയെങ്കിലും ഒളിപ്പിക്കത്തില്ലായിരുന്നു. എന്നിട്ട് വേണം നീ രക്തം ഛർദ്ദിച്ച് മരിക്കാൻ. പിന്നെ രക്തം ഛർദ്ദിച്ച് മരിക്കാൻ പോവല്ലേ? അതൊക്കെ അവളുടെ ഒരു തന്ത്രമല്ലേ ചേച്ചി? പണം അവളുടെ മുറിയിൽ നിന്ന് മോഷണം പോയി എന്നറിഞ്ഞപ്പോ അവക്ക് മനസ്സിലായി ഈ വീട്ടിലെ ആരോ ആണത് എടുത്തതെന്ന്. അത് തിരികെ കിട്ടാൻ വേണ്ടി അവൾ എടുത്ത ഒരു അടവായിരുന്നു പൂജയും പണം എടുത്ത ആള് രക്തം ഛർദ്ദിച്ച് മരിക്കുമെന്നുള്ള ഭയപ്പെടുത്തലും. ചേച്ചി അത് കേട്ട് വല്ലാതെ പേടിച്ചും പോയി. കഷ്ടം തന്നെ ചേച്ചി. പേടിയൊന്നും അല്ല പ്രതാപ, ജീവൻ പണയം വെച്ചൊരു കളിക്ക് ഞാനില്ല, അത്ര തന്നെ. അതിനെ തന്നെ ഞാൻ പേടിയെന്ന് പറഞ്ഞത്, പ്രാണഭയം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നിയില്ല. 300 കോടി രൂപ കൈവരാൻ പോകുമ്പോ വെറും 20 ലക്ഷത്തിന് വേണ്ടി ചോര തുപ്പി ചാവണോ പ്രതാപ? അതൊന്നും സംഭവിക്കില്ലായിരുന്നു ചേച്ചി. ഏതായാലും ആ പണം കയ്യിൽ നിന്ന് പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, പാർവതി പാരമ്പര്യമായിട്ട് പൂജയും കർമ്മവുമായിട്ട് വളർന്ന ഒരു പെണ്ണാണ്. അവള് പൂജ ചെയ്താലുണ്ടല്ലോ ചിലപ്പോ ഏൽക്കും. മാത്രവുമല്ല, പൂജ ചെയ്യുന്ന നേരത്ത് അവളുടെ കണ്ണില് ഒരു പ്രത്യേക തിളക്കവും ഞാൻ കണ്ടിരുന്നു. എടാ, നമ്മൾ എന്നും കാണുന്ന പാർവതി ആയിരുന്നില്ല അത്.
ഏതോ ഒരു പ്രത്യേക ശക്തി അവളുടെ ശരീരത്തിൽ ആവേശിച്ചതുപോലെ ആയിരുന്നു ആ നേരത്തെ അവളുടെ ഭാവവും മറ്റും. ചേച്ചി ഇങ്ങനെ അവളെ പേടിക്കാൻ തുടങ്ങിയ നമ്മുടെ ലക്ഷ്യം നമ്മൾ എങ്ങനെ നടത്തിയെടുക്കും? അതോ അതൊക്കെ മറന്ന് നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോണമെന്നാണോ ചേച്ചി പറയുന്നത്? ഒരിക്കലുമല്ല. ഇവിടുത്തെ സകല സ്വത്തുക്കളും ഒരു തരി മണ്ണ് പോലും മിച്ചം വെക്കാതെ നമ്മൾ സ്വന്തമാക്കിയിരിക്കും പ്രതാപ. പാർവതി ഇടയ്ക്ക് നടത്തുന്ന പൂജകൾ കണ്ട് ഭയപ്പെട്ട അതൊക്കെ എങ്ങനെ സാധിക്കും ചേച്ചി? എടാ, പാർവതി ജീവനോടെ ഇരുന്നാലല്ലേ നമുക്ക് അവളെ പേടിക്കേണ്ട കാര്യമുള്ളൂ. അവൾക്കിനി അധിക ദിവസത്തെ ആയുസില്ല പ്രതാപ. എല്ലാം വെൽ പ്ലാൻഡ് അല്ലേ? പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനവും അവളുടെ അന്ത്യവും ഒരേ ദിവസം തന്നെ നടക്കും. അതി പ്രഭാവതി നടത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സംഭവം അറിഞ്ഞ ശേഷം ആരും പുറത്തു വിട്ടിട്ടില്ല സാർ. ആരുടെ പേഴ്സാ കാണാതായത്? എന്റെ പേഴ്സാ സർ. ഞാൻ ഇവിടെ വച്ചിരുന്നതാ. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ കാണാനില്ല. അതില് 15 പൗണ്ട് സ്വർണ്ണമുണ്ട്. എങ്ങനെയും കണ്ടെത്തണം സർ. പ്രമോദേ, കസ്റ്റമേഴ്സിന്റെ ബാഗ് എല്ലാം പരിശോധിക്കുക. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഒരു പേഴ്സ്. അയ്യോ, അത് എന്റേതാ. അതിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളേ ഉള്ളൂ. അയ്യോ, ഇതെന്റെ പേഴ്സാ. ഇത് നോക്ക് സർ. ആ, ഗോൾഡ്. അയ്യോ ദൈവമേ, എന്റെ കൃഷ്ണ. അയ്യോ, ഇത് ഇതിനകത്ത് എങ്ങനെയാ വന്ന്? അതാ എനിക്കും ചോദിക്കാനുള്ളത്. ഈ പേഴ്സ് എങ്ങനെ നിങ്ങളുടെ ബാഗിനകത്ത് വന്നു? അയ്യോ, എനിക്കത് അറിയില്ല. ഇവര് പഠിച്ച കള്ളിയാ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമല്ലോ. ഞാനത് എടുത്തിട്ടില്ല. ദേവി തന്നെ വിശ്വസിക്കണം. ഞാൻ കള്ളിയല്ല. ഞാനത് എടുത്തിട്ടില്ല, എടുക്കുകയില്ല. ക്ഷേത്രവും ആചാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവരാ ഞങ്ങള്. ദൈവത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്യില്ല. കുമ്പസാരമൊക്കെ മതി, ബാക്കിയെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട്. മനസ്സിലായോ? അയ്യോ സാറേ, ഞാൻ നിരപരാധിയാ. ഇവരെ പിടിച്ച് ജീപ്പിൽ കേട്ട്. പിടിച്ച് കേട്ട്. വരാനാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ. കൊണ്ടുപോ. എന്നെ വീട്
മാഡം സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈന്റ് എഴുതാം. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ദേവകി അവരുടെ ആരാ? മോളാണ്. എനിക്ക് SI സാറിനെ ഒന്ന് കാണണം. എന്നോളൂ. ആ. അമ്മ. അമ്മ. അയ്യോ, അമ്മ. ഈശ്വരാ. മോളെ ഇത് ചതിയ. നീ വേഗം രക്ഷപ്പെട്ടോ. അമ്മ, ഞാൻ SI സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. എന്താ നടന്നെന്ന് അറിയണമല്ലോ. മോളെ, ഇവിടുത്തെ SI ആരാന്ന്? എന്താ അമ്മ, ഇവിടുത്തെ SI? ഞാനാ. പറഞ്ഞോളൂ, എന്താ മാഡത്തിന് ബോധിപ്പിക്കാനുള്ളത്? സർ, അത് പറഞ്ഞോളൂ. എന്റെ അമ്മ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. എന്ന് ആര് പറഞ്ഞു? അത് തൊണ്ടി മുതൽ സഹിതം കൈയോടെ പിടിച്ചതാ. ദൃക്സാക്ഷികൾ വേറെയുണ്ട്. സർ, നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാ. എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ കക്കില്ല. സമ്മതിച്ചു. ഇതെല്ലാം കോടതിയിൽ അവിടെ പറഞ്ഞാ മതി. അയ്യോ സർ, സർ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? പറ. നീയേ അശ്വതിയുടെ കൂടെ ചേർന്ന് എന്നെ കുറെ കുരങ്ങളിപ്പിച്ചു. സർ, ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അല്ലാതെ സംസാരിക്കാം. ഇന്നിപ്പോ സാറ് സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയില് ഔദ്യോഗിക കാര്യല്ലേ, അത് ആ നിലയിൽ പരിഗണിക്കണം. എന്താടി നീ നിയമം പഠിപ്പിക്കണോ? ദേ, എന്റെ സ്റ്റേഷനാ, ഇവിടെ എന്റെ നിയമമാ. ദേ, കൂടുതൽ വിളച്ചിലെടുത്താലേ നിന്നെ ഞാൻ ഈ സെല്ലിലടയ്ക്കും. പിന്നെ നിന്റെ മറ്റവൻ അഖിലിനെയും. അത് വേണ്ടെങ്കിൽ നീ ഇപ്പൊ വെക്കോ, പുറത്തിറങ്ങാൻ. സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സർ. WPC സാർ. ദേ, ഇവളെ പിടിച്ച് പുറത്താക്ക്. ശരി സർ. വേണ്ട, ഞാൻ പുറത്തിറങ്ങും. മോളെ. അയ്യോ. അയ്യോ. അയ്യോ ഈശ്വര, എന്തൊക്കെ കാണുന്നു ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീട്ടിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരാശ്വാസവും സമാധാനവും. അത് ഓർക്കുമ്പോഴേ ഉള്ള ആശ്വാസം കൂടെ പോവാ. എന്താ മോനെ പറഞ്ഞത്? ഹേയ്, അച്ഛനും അമ്മയും വന്നത് ആശ്വാസമായി എന്ന് പറയായിരുന്നു. ഞാൻ അകത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാല്ലേ ഹരിയേട്ടാ? എന്തെങ്കിലും ചെയ്. എനിക്ക് ഓർക്കുമ്പോ തന്നെ തലയിറങ്ങോ. ഇത്രയും കാലം വലിയേട്ടനും കൊച്ചേട്ടനും ഓരോന്ന് കൂട്ടുന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടാതിരിക്കൂ. അത്രയ്ക്ക് ഭീകരനാണോ ഹരിയേട്ടന്റെ അച്ഛൻ? സ്വയം ഭീകരനായിട്ടാണോ? എടീ, മക്കൾ രണ്ടുപേരും ആരെയും അറിയിക്കാതെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന് അറിഞ്ഞാ ഏതൊരച്ഛനും ഭീകരനായി പോവും. ആകെ പ്രശ്നമായല്ലോ. ഓ, നീ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത്? എന്നെയും കൂടി കൊലയ്ക്ക് കൊടുക്കാനോ? എന്നാ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കട്ടെ? നീ ഒളിച്ചാ മാത്രം പ്രശ്നം തീരുവോ? ഇനിയും ആരൊക്കെ ഇവിടെ വരാൻ കിടക്കുന്നത്? അത് ശരിയാ, കുഞ്ഞേച്ചി, വല്യേച്ചി, സീതമ്മ. തൽക്കാലം കൂടുതലൊന്നും ആലോചിക്കണ്ട. കൊച്ചേട്ടൻ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ തടഞ്ഞേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ വളവ് കഴിഞ്ഞുള്ള റോഡരികില് ഞാൻ പോയി കാത്തേക്കാം. മിനിമം കുഞ്ഞേച്ചി വരുമ്പോഴെങ്കിലും തടഞ്ഞു നിർത്താലോ.
അത് നല്ല ഐഡിയ. കുഞ്ഞേച്ചിയെ മാത്രമാക്കണ്ട, ആവശ്യമില്ലാതെ വരുന്ന എല്ലാവരെയും തടഞ്ഞു. ആ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. ശരി. ഈശ്വരാ, പരീക്ഷിക്കല്ലേ. അല്ല, അച്ഛനും അമ്മയും വരുമ്പോ നമ്മുടെ മുറിയിൽ വല്ലതും കയറിയാലോ? എന്റെ ഡ്രസ്സും പുസ്തകവും എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണല്ലോ. എന്ത് ചെയ്യും ഇനി? എന്തായാലും അവരിന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. വേഗം പോയി അതെല്ലാം എടുത്തു മാറ്റി ക്ലീൻ ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, വലിയ പണിയാണല്ലോ. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഇത്രയും ലേഡീസ് സ്റ്റപ്പേഴ്സോ? ഇതാരുടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ, പുഷ്പൻ ചേട്ടന്റെ ആണെന്ന് പറഞ്ഞാലോ? നിന്ന് മണ്ടത്തരം പറയാതെ അതെല്ലാം വാരിക്കൊണ്ടുപോയി ഒളിപ്പിക്കണം. ഹരി ഇതെവിടെ പോയി? എന്തെങ്കിലും മാറ്റാനോ ഒളിപ്പിക്കാനോ പോയതായിരിക്കും. വേഗം ചെന്ന് എന്റെ സാധനങ്ങൾ റൂമിൽ നിന്ന് മാറ്റിയേക്കാം. ഓ, സമാധാനമായി. ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളുടെ അമ്മ വീട്ടുജോലിക്ക് പോകുന്നതുകൊണ്ട് ഇവൾക്ക് നല്ലൊരു വേഷം ഇടാൻ പറ്റില്ലേ? കുറച്ച് മേക്കപ്പ് ഇടാൻ പറ്റില്ലേ? പഠിക്കാനോ നല്ലൊരു ജോലി ചെയ്യാനോ പറ്റില്ലേ? എത്ര പരിതാപകരമാണ് നിങ്ങളുടെയൊക്കെ ചിന്ത. കാലം മാറിയത് അറിയുന്നില്ലേ നിങ്ങളാരും? മതി, പ്രസംഗം നിർത്ത്. നീ വിഷയം മാറ്റാതെ വീട്ടുജോലിക്കാരുടെ മകൾക്ക് പഠിക്കാം, ജോലി ചെയ്യാം, നല്ല വേഷവും ഇടാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ഇവിടെ ഈ വീട്ടില് ഇവൾക്ക് എന്താ കാര്യമെന്നാ ഞാൻ ചോദിച്ചത്. അതെ അതെ, എന്താ കാര്യം? സമാധാനം പറയടാ. ഈ വീട്ടിനകത്ത് ഇവൾക്ക് എന്താ കാര്യം? പറയടാ. അതെ, ഈ സ്ത്രീ നമ്മൾ വരുമ്പോ ഇല്ല. പക്ഷേ അപ്പോഴും ഈ പെണ്ണ് ഈ വീടിനകത്തുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പറയടാ. ഞാൻ പറഞ്ഞാൽ മതിയോ? അതാരാണെന്നല്ലേ ചോദ്യം? അത് ഇവരുടെ മകൾ. ഇവൾ എന്റെ സഹോദരി. അതെ, അതാണല്ലോ പറഞ്ഞത്. ഇത് പുഷ്പഞ്ചേട്ടന്റെ സഹോദരി, അത് സഹോദരിയുടെ മകള്. അതെ അതെ, അനന്തരവള്. അതെ, ഇതമ്മ, അത് അനന്തരവള്. അതെ, ഇത് അനന്തരവൾ, അത് അമ്മ. അച്ഛനും അമ്മയ്ക്ക് നമസ്കാരം പറ പോളെ. നമസ്കാരം. നമസ്കാരം അമ്മേ. നല്ല കുട്ടി.
എനിക്കിഷ്ടായി. എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാതെ കയറി വാ എല്ലാരും. എന്തൊക്കെ ചുമക്കണം. അപ്പൊ ശരി, അച്ഛനും അമ്മയും പോയി ഫ്രഷ് ആയിക്കോ. ആ, ഒന്ന് കുളിക്കണം, എന്നാലേ ക്ഷീണം മാറൂ. അയ്യോ, അമ്മാവനൊക്കെ ആരതി ചേച്ചിയുടെ മുറിയിലേക്കായിരിക്കോ പോകുന്നത്? ചേച്ചിയുടെ ഡ്രസ്സും മറ്റു സാധനങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ. അമ്മാവനോ? ഏത് കണക്കില്? സോറി. എന്താ എന്താ മോളെ? ആ മുറി ക്ലീൻ ആക്കിയിട്ടില്ല, വേറെ മുറി കൊടുക്ക്. അത് ശരിയാ, നിങ്ങളുടെ മുരളിയുടെ അപ്പുറത്തെ മുറി പോയിച്ചാ മതി. ശരി. സമാധാനമായി. ഞാനോർത്തു എനിക്ക് വല്ല അറ്റാക്കും വരുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.